സജീവ് വള്ളൂർത്തി എന്ന പുതുമുഖം നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോ കഥാപാത്രങ്ങളും ബേബി ചേച്ചി ആയാലും മേരി ചേച്ചി ആയാലും അതുപോലെ ബിന്ദു പണിക്കർ ചേച്ചി ആയാലും അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അവരുടെ നല്ലൊരു പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. ചെറിയൊരു ചിത്രമാണ്, പക്ഷേ ഒട്ടും ബോറടിക്കാതെ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു ചിത്രം തന്നെയാണ്. രണ്ടുപേരും നമ്മുടെ സുഹൃത്തുക്കളാണ്, പോപ്സും മിഥുനും. മിഥുൻ തകർത്തലുണ്ട്, ഒന്നും പറയാനില്ല. പിന്നെ പോപ്സ് ഇതിലായിട്ട് ചെയ്തേക്കുന്നതിൽ വ്യത്യസ്തമായിട്ടൊരു കഥാപാത്രമാണ്. ആൾ ഇതിലായിട്ടൊരു സീരിയസ് കഥാപാത്രമാണ് ചെയ്തേക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഒരു എൻ്റർടൈനിങ് ആണ്, ഫാമിലിയൊക്കെ വന്നാൽ കാണാൻ പറ്റുന്ന നല്ലൊരു മൂവിയാണ്. നല്ല പടം. ഞാൻ ഫസ്റ്റ് കുറച്ചൊക്കെ ഇങ്ങോട്ട് വാസിയൊക്കെ അങ്ങോട്ട് വന്ന് ലാസ്റ്റ് ഒരു ഫീലിങ്ങിലേക്ക് കൊണ്ടുവന്ന് അവസാനിപ്പിക്കണം. എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ ഒരുപാടായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു. അതെന്താ പറയുക, വേർഡ്സ് ഇല്ല, അത് പറയാൻ ഡിസ്ക്രൈബ് ചെയ്യാൻ വേർഡ്സ് ഇല്ല. സത്യം പറയാൻ ഞാൻ തരിച്ചിരിക്കുന്നു. അവരുടെ റിയാക്ഷൻസ് കാണുമ്പോൾ നമുക്ക് ഒരു ഓക്കെ ഫൈൻ, കാരണം നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടല്ലോ, നമ്മൾ ഓൾറെഡി ഇത് കഴിഞ്ഞതായിരുന്നു. അപ്പോൾ ഓരോരുത്തർ പുതിയ ആൾക്കാർ കാണുമ്പോൾ അവരുടെ റിയാക്ഷൻസ് കാണുമ്പോൾ ഒന്നും പറയുന്നില്ല. അതൊരു ഭയങ്കര നല്ലൊരു അനുഭവമായി. എങ്ങനെയായിട്ട് കണ്ടിട്ട് അഭിപ്രായം പറയാനുള്ളത്? ഞാനിത് വില്ലൻ വേഷം ചെയ്തതാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു പടത്തിൽ. ഞാൻ വളരെ ആസ്വദിച്ചു സിനിമ, ഓരോ മൊമെൻറ്റും ആസ്വദിച്ചു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത് വർക്കാവുന്നതാണ് മനസ്സ് പറയുന്നത്. ആ മനസ്സ് പറയുന്ന പോലെ തന്നെ സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇതിൽ അത്യാവശ്യം നല്ല സോങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതായിട്ടുണ്ട്, ഗാന പാടിയിട്ടുണ്ട്, ആന്റണി ദാസൻ സാർ പാടിയിട്ടുണ്ട്, പിന്നെ ദാന റാസി. അപ്പം ആക്ച്വലി ഒരു നല്ലൊരു ഓൾ പാക്കേജ് ഒരു എൻ്റർടൈനർ ആയിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ കണ്ട ആൾക്കാരുടെ മുഖത്ത് ആ സംതൃപ്തി കണ്ടപ്പോൾ ഒരു സമാധാനം. ലൈക്ക് ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യം ഒരാൾക്ക് ഈ ഒരു അവസരത്തിൽ താങ്ക്സ് പറയണം. കാരണം ഇത് എഡിറ്റർ ജോവിൻ, അയാൾക്ക് ഞാൻ പ്രത്യേകം താങ്ക്സ് പറയാണ്. കാരണം ഈ സിനിമയിൽ ഏറ്റവും ടഫായിട്ടുള്ള ഒരുപാട് ഈ സിനിമ വർക്കാക്കിയെടുത്തതിൻ്റെ സ്പെഷ്യൽ താങ്ക്സ് ഞാൻ എഡിറ്റർ ജോവിന് ഞാൻ പറയണം. ഒപ്പം ഷാജഹാനും പ്രൊഡ്യൂസേഴ്സ് എല്ലാവർക്കും, ആക്ഷൻ ചെയ്ത അഷ്റഫ് ഗുരുക്കൾ, അതുപോലെ പാട്ട് ഗാനങ്ങൾ കമ്പോസ് ചെയ്ത ലോഷി പീറ്റർ, ടോണി, എല്ലാവർക്കും താങ്ക്സ് പറയാണ്. ആൻഡ് എല്ലാവരും എനിക്കറിയാം ഫുൾ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം പക്ഷേ സമയം കണ്ടൊക്കെ ഒന്ന് ഈ ഫിലിം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഒരു പക്ക എൻ്റർടൈനർ ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഓക്കെ, ഞാൻ നായകൻ്റെ പെങ്ങളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഞാനും ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ കാണുന്നത്. എക്സൈറ്റഡ് ആയിരുന്നു. എന്താ പറയുക, എനിക്ക് എക്സൈറ്റഡ് ആയിട്ടൊന്നും പറയാൻ കിട്ടുന്നില്ല. സന്തോഷം. നിങ്ങളെല്ലാവരും പടം കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെല്ലാവരും കണ്ടായിരുന്നു. നായികയുടെ ഉപ്പയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഉസ്മാൻ എന്ന കഥാപാത്രത്താണ് അവതരിപ്പിച്ചുള്ളത്. ആദ്യമായിട്ടാണ് ഒരു മൂന്നുകള കഥാപാത്രമായിട്ടൊരു ഈ സിനിമയിൽ വരുന്നത്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഡയറക്ടർ ഷാജഹാൻ ഞങ്ങൾ നന്ദി അറിയിക്കണം. അതുപോലെ പ്രൊഡക്ഷൻ, ഇഫ്ത പ്രൊഡക്ഷൻ, അതുപോലെ ഇത് നളിനി, എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. എല്ലാവരും പടം തിയേറ്ററിൽ തന്നെ കാണും. ഞാൻ ഇതിലെ കോമക്കാന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാനിത് 25 വർഷത്തോളമായി ഫീൽഡിൽ. പിന്നെ അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇതിൻ്റെ ആക്ടിങ് നിങ്ങൾ കണ്ടാലേ നല്ലൊരു പ്രതിഷേധ ഭാഗമുള്ള നമ്മുടെ ദിലീപേട്ടനൊക്കെ പോലെയൊക്കെയാണ് ഏകദേശം. എല്ലാവർക്കും ലൈക്കായെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്നെ പോലെ സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും കാണാം. നല്ല സിനിമയല്ലേ, ചെറിയ പടമാണെങ്കിലും സൂപ്പർ ആണ് പടം. പിന്നെ എനിക്ക് ചെറിയ സീനൊക്കെ ഉണ്ട് അതിനകത്ത്. എല്ലാവരും ഈ പടം കാണണമെന്നാണ് ഞങ്ങൾ പറയണത്. ചെറിയ പടവും ഒന്ന് വിജയിക്കണ്ടേ, അപ്പോൾ എല്ലാവരും ഇത് കാണണം. എല്ലാവരും പ്രോത്സാഹനം കൊടുക്കും. ബാക്കി ലഡു ഒന്നായിട്ട് കാണാൻ പറ്റില്ല. നല്ല കോമഡി ആയിട്ടുള്ള പടമാണ്. ഞാനതിൽ ഒരു സൈക്കോ കഥാപാത്രം ചെയ്തിരിക്കുന്നു, കപ്പലണ്ടി എന്നൊരു കഥാപാത്രം. കോമഡിയാണോ ചേച്ചി? പടം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, പടമല്ലേ, ഒന്നും കൂടി നന്നാക്കണം. പടം എങ്ങനെയുണ്ട്? കേക്ക് മുറിക്കാൻ വേണ്ടി പോകണം. ജമീലാണൊപ്പം പോയിട്ട് നായകനാണ്. Yes.